ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്, കമൻസുകളായി അറിയിക്കുന്നവരുണ്ട്. സമയക്കുറവ് മൂലം കാണാത്തവരുണ്ടെങ്കിൽ ഫ്രീ ആകുമ്പോൾ കണ്ട് സപ്പോർട്ട് ചെയ്യണം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പൈനാപ്പിൾ പച്ചടിയാണ്. നമ്മൾ കുമ്പളങ്ങ, പാവയ്ക്ക, ബീട്രൂട്ട് ഇവ കൊണ്ടെല്ലാം പച്ചടി ഉണ്ടാക്കാറുണ്ട്. ഇവിടെ ഞാൻ കണ്ണൂർ സ്റ്റൈലിലുള്ള ഒരു പൈനാപ്പിൾ പച്ചടിയാണ് ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പൈനാപ്പിളിൻ്റെ ഹാഫ് എടുത്തിട്ടുണ്ട്. അത് ചെറുതായി കട്ട് ചെയ്തെടുക്കുന്ന ആദ്യം നേരിയതായിട്ട്. ചില പൈനാപ്പിളൊക്കെ അധികം പഴുത്തതായിരിക്കും, ചിലത് പഴുക്കാത്തതും ഉണ്ടാവും. അധികം പഴുക്കാത്തത് കുറച്ചുകൂടി നേരിയതാക്കി കട്ട് ചെയ്തെടുത്താൽ നന്നാവും. ഇത് ഞാൻ നല്ലവണ്ണം പഴുത്ത പൈനാപ്പിളാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇങ്ങനെ നേരിയതാക്കി ഞാൻ ആ പൈനാപ്പിൾ മുഴുവൻ, കൈതച്ചക്ക മുഴുവൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു പച്ചമുളക് കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട്. വേവിക്കുമ്പോൾ തന്നെ ഒരു പച്ചമുളക് കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട്. കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ മഞ്ഞൾപ്പൊടിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല, വെറും പച്ചമുളകും ഉപ്പും ചേർത്താണ് വേവിക്കുന്നത്. ഇത് വേവാൻ ആവശ്യമായ ഒരു ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഏകദേശം 15 മിനിറ്റോളം നമുക്കിത് സാധാരണ രീതിയിൽ വേവിച്ചെടുക്കാം. ഇത് കുക്കറിലും വേവിച്ചെടുക്കാം. 1-2 വിസിലടിക്കുന്നതുവരെ ഇത് കുക്കറിൽ വേവിച്ചെടുക്കാം. ഇനി ഇതിനു വേണ്ട അരപ്പ് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. തേങ്ങ നമുക്ക് അരച്ചെടുക്കാം. ഇതിനു വേണ്ടി ഞാൻ ഒരു ചെറിയ മുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് വീണ്ടും ഞാനൊരു പച്ചമുളക് ചേർക്കുന്നുണ്ട്. കഷ്ണത്തിനനുസരിച്ച് നിങ്ങൾക്ക് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് കൂടി, പച്ച കടുക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് അടിച്ചെടുത്തതിന് ശേഷം 2 ടേബിൾ സ്പൂൺ തൈര് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഒരു 15 മിനിറ്റ് ആയിക്കഴിഞ്ഞു. പൈനാപ്പിളൊക്കെ വെന്തിട്ടുണ്ട്. നല്ലവണ്ണം വെള്ളം വറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കുറച്ച് തണുക്കാൻ അനുവദിക്കാം. അപ്പോഴേക്കും നമുക്ക് തേങ്ങ നല്ല സ്മൂത്തായിട്ട് അരച്ചിട്ടെടുക്കാം. ഇപ്പോൾ ഏകദേശം പൈനാപ്പിൾ പച്ചടിയാക്കേണ്ട കഷ്ണങ്ങൾ തണുത്ത് കഴിഞ്ഞു. ഇതിലേക്ക് നമുക്ക് അരപ്പ്, ഞാനിവിടെ അരപ്പ് അധികം വെള്ളം ചേർക്കാണ്ടാണ് അരച്ചെടുത്തിട്ടുള്ളത്. നോർമലി പച്ചടിയൊക്കെ അധികം വെള്ളമായിട്ട് കഴിക്കുന്നത് അത്ര രസമായി തോന്നാറില്ല. കുറച്ച് കട്ടിയായിട്ടാണ് കഴിക്കുന്നത് ടേസ്റ്റായി തോന്നാറ്. ഇതിലേക്ക് കുറച്ച് ഒരു 1/4 കപ്പ് തൈര് നമുക്ക് ചേർത്ത് കൊടുക്കാം. കണ്ണൂരൊക്കെ പച്ചടി സാധാരണ രീതിയിൽ ഇങ്ങനെയാണ് തയ്യാറാക്കാറുള്ളത്. ഓണം, വിഷു സന്ദർഭങ്ങളിലൊക്കെ കുമ്പളങ്ങ പച്ചടിയും അതുപോലെ പാവക്ക പച്ചടിയും എല്ലാം തയ്യാറാക്കി ദിവസങ്ങളോളം സൂക്ഷിച്ചു വെക്കാറുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് തൈര് കൂടുതൽ പുളി വേണമെന്നുള്ളവർക്ക് തൈര് കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഒരു കറിവേപ്പില കൂടി ആഡ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ഇതിലേക്കൊന്ന് വറുത്തിടാം. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു കറിയാണിത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ ടേസ്റ്റിൽ ഈ രീതിയിൽ ഇതുവരെ തയ്യാറാക്കാത്തവരുണ്ടെങ്കിൽ തയ്യാറാക്കി നോക്കണം. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഒരു മധുരവും പുളിയുമൊക്കെ ചേർന്ന ഒരു തരം ടേസ്റ്റാണിതിന്. കടുകിട്ട് കൊടുത്തു. 2 ഉണക്കമുളക് കൂടി ഇവിടെ കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പിലയും കൂടി ആഡ് ചെയ്തു. എല്ലാം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പൈനാപ്പിൾ കൈതച്ചക്ക പച്ചടി ഇവിടെ കണ്ണൂർ സ്റ്റൈലിൽ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊരു സർവിങ് പാത്രത്തിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പൈനാപ്പിൾ പച്ചടി സെർവ് ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.